ഇന്ന് ഈ രീതിയിൽ ഇത്രയും നല്ല ഒരു മനുഷ്യനായിട്ട് ഇത്രയും വലിയ ഒരാളായിട്ട് നിങ്ങൾ ഇത്രയും ഷൈൻ ചെയ്യാൻ കാരണം തീർച്ചയായിട്ടും ആ ഉള്ള പെയിനാണ്. അതിന് സാർ എന്താ പറയുന്നത്? അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ സാഹചര്യമാണ് എന്നെ ഇത്ര വലിയൊരു സ്വാധീനത്തിലും ഇത്ര വലിയൊരു ഒരു ഒരു സ്ഥാനത്തെത്തിച്ചതും ഒരു പക്ഷേ അതായിരിക്കാം. ആ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇത് ഞാൻ ജീവിതത്തിൽ മുന്നിൽ വരണം എന്നുള്ളത്. വിദ്യാഭ്യാസത്തിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ബിസിനസ്സിനോടായിരുന്നു ചെറിയ കാലത്ത് എനിക്ക് താല്പര്യം. നാട്ടിലിരുന്ന് ഞാൻ പല ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ്ലെറ്റ് ചില്ലറകളെ വാങ്ങലും, കോഴികളെ വാങ്ങി വിൽക്കാറും, മുട്ടകൾ കളക്ട് ചെയ്ത് നടന്ന് വാങ്ങി വലന്ന് വിൽക്കാറും, ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിൽ മുതലേ എനിക്ക് ബിസിനസ്സിനോട് പച്ച മരുന്നുകൾ പറിച്ചെടുത്ത് കടകളിൽ കൊണ്ടുപോയി ടൗണിൽ കൊണ്ടുപോയി വിൽക്കുക, ഇങ്ങനെ വേണ്ട പല ബിസിനസ്സും ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിൽ നിന്ന് തന്നെ ബിസിനസ്സോടാണ് അന്ന് മുതൽ. ദൈവം അതാണ് നോക്കിയേ തരും. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ആ ഒരു നല്ല നോളജ് അല്ലെങ്കിൽ നല്ലൊരു കഴിവ് ദൈവം തരും. ആ കഴിവാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജീവിതത്തിൽ. ആ പ്രകാരം ഞാൻ നാട് ബാംഗ്ലൂർ കാണാൻ എൻ്റെ അച്ഛന്റെ പെങ്ങളെ മകൻ ഇവിടെ AIC സെന്ററിൽ സിവിൽ കുക്കായിരുന്നു. അദ്ദേഹം നാട്ടിൽ വന്നപ്പം മകനെ ഒന്ന് ബാംഗ്ലൂർ കാണിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വിടണം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവരും. അപ്പൊ എത്രയായിരുന്നു പ്രായം? അത് എനിക്ക് എന്റെ അപ്രോക്സിമേറ്റ് 13-14 വയസ്സ്, കൊച്ചു പയ്യൻ. അന്ന് അതിന്റെ പ്രായം അതാണ്. അപ്പൊ ഞാൻ ഇവിടെ വരികയും 1 മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ റൂമിലിരിക്കുകയും 1 മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ഈജപുരത്ത് ഈ വിധാനത്തിൽ ഒരേ ഒരു ചെറിയ കട, അന്ന് ഇവിടെ ഒരു ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീട് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ റോഡിൽ കൂടി നടന്നും സൈക്കിളിലാണ് അന്ന് ആൾക്കാർ പോകാറും വരാറും. അവർ ചെറിയ 7 രൂപ വാടകയ്ക്ക് 25 രൂപ അഡ്വാൻസ് ആയിട്ട് ഇവിടുത്തെ പട്ടേലിൻ്റെ അടുത്ത് ഒരു ചെറിയ കട എടുത്ത് ആ കടയിൽ ഞങ്ങൾ ഒതുങ്ങി 1/2 കിലോ സാധനങ്ങൾ, 5 കെട്ട് ബീഡി, 1/2 കിലോ പട്ടാൻ, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളും വെച്ച് അദ്ദേഹം എന്നെ കടയിലിരുത്തി അദ്ദേഹത്തിന് ജോലിക്ക് പോകും, സാധനം കൊണ്ട് തന്ന് ഞാനത് അറിയുന്ന ഭാഷയോ അറിയുന്ന ബുദ്ധി കൊണ്ടും ചെറുതായിട്ട് ഇങ്ങനെ വിൽക്കുകയും അവിടെ ജീവിക്കുകയും അതുപോലെ ഇങ്ങനെ ഒരു 8-10 മാസത്തോളം അവിടെ നിന്ന് ഇങ്ങനെ കഴിയുകയും തിരിച്ച് ഞാൻ നാട്ടിലേക്ക് അവിടുന്ന് പോവുകയും ആ ബിസിനസ് ഇമ്പ്രൂവ് കൊണ്ടുവരുമ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. തിരിച്ച് നാട്ടിൽ പോയി തിരിച്ച് ഞാൻ തനിച്ച് ഇവിടെ ബാംഗ്ലൂർ വരികയും ഹോട്ടലിൽ ജോലി ചെയ്യും. ലോട്ടസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്യും. അവിടെ എനിക്ക് പിന്നെ ടേബിൾ കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഗ്ലാസ് കാനും ഒന്നും അറിയാതെ കാരണം അദ്ദേഹം അതൊക്കെ അവിടുന്ന് ശീലിക്കുകയും അവിടുന്ന് ശീലിച്ചതിന് ശേഷം കാസർഗോഡ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളെ കീഴിൽ 30 രൂപ ശമ്പളത്തിന് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യും. അവിടെ കുറച്ചു കാലം ജോലി ചെയ്ത് അവിടെ ജോലികളെല്ലാം പരിചയപ്പെടുകയും അവിടുന്ന് എനിക്ക് ആന്ധ്രാലൈൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ ബാംഗ്ലൂരിന്റെ ഒരു വലിയ ഒരു ഭാഗം ആന്ധ്രാലൈൻ തെലുങ്കരുടെ ഒരു സ്ലമ്മിൽ ഒരു പെട്ടിക്കട കടമായിട്ട് ഇവിടെയുള്ള ഒരു സായമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ആ മേഡത്തിന് അത് നടത്താൻ പറ്റാതെ വന്നപ്പോൾ ആ മേഡം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നടത്താതെ വന്നപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ആരെങ്കിലും വാടക കൊടുക്കണമെന്ന് 25 രൂപ വാടകയും 50 രൂപ അഡ്വാൻസുമായിട്ട് അന്ന് കടമായിട്ട് അത് കൊടുത്ത് ആ സ്ഥാപനം വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്തില്ല. എൻ്റെ ആ സ്വഭാവ ഗുണം കൊണ്ട് അദ്ദേഹം വിശ്വസിച്ച് തന്നെ അത് ചെറിയ നിരത്തിയിരുന്നു കൊണ്ട് ചെറിയ കൂടയിലൊക്കെ ചെറിയ കൂടയിൽ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് അതൊക്കെ കണക്കിട്ട് എന്നെ ഏൽപ്പിക്കുകയും ആ സാധനവും ആ കടയായിട്ട് ഞാൻ അതിൽ കയറിയിരിക്കുകയും അന്നത്തെ കാലത്ത് കയറിയിരുന്നതിന് ശേഷം അവിടെ സാധനം ഇടാൻ കാശൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഫൈനാൻസ് ചെയ്യുന്ന ഒരു മലയാളി വിരുദ്ധത്തിന് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പോയിട്ട് ഞാൻ 100 രൂപ ഡെയിലി 1 രൂപ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് തരാതെ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തരാൻ പറ്റത്തില്ല, കുഞ്ഞു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞാൽ തരൂന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുവിനെ അന്വേഷിച്ച് പോയി കുഞ്ഞോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഒരു 100 രൂപ വാങ്ങി തരണം, എനിക്ക് ഡെയിലി ഞാൻ 1 രൂപ കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അത് പറയല്ല, വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അന്ന് ആരും അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ദൈവം തന്നെ ഒരാളെ എൻ്റെ കണ്ണിൽ ഒരു പാർസിക്കാരൻ എൻ്റെ കടയിൽ വരികയും ആ പെട്ടിക്കടയിൽ വരികയും ഒരു തേങ്ങ ചോദിച്ച് വാങ്ങുകയും തേങ്ങയ്ക്ക് അന്നൊക്കെ ചുരുങ്ങിയ പൈസ ലാഭം എടുത്ത് കാരണം അദ്ദേഹത്തിന് എന്നോട് താല്പര്യമാവുകയും അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ബിസിനസ്സുള്ള ഒരു പെട്ടിക്കട ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്, നിനക്ക് കുറച്ച് പൈസ ഇട്ട് കച്ചവടം ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടാൻ ആരും സഹായിക്കുന്നില്ല, എനിക്ക് ഒരു 100 രൂപ സഹായത്തിന് ചോദിച്ചിട്ട് ആരും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരിച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി അവൻ്റെ വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്ത് 10 രൂപ പിടിച്ച് 90 രൂപ എനിക്ക് തരുകയും ഡെയിലി എൻ്റെ അടുക്കൽ നിന്ന് 1 രൂപ തോതിൽ വാങ്ങിപ്പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞാൻ എൻ്റെ ആ പെട്ടിക്കട നിറച്ച് സാധനമാക്കിയതും അതോടുകൂടി എൻ്റെ അധ്വാനവും ഞാൻ അതായത് ഉറക്കെന്ന് പറയുന്ന അന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നും കുറവാണെങ്കിലും അന്നും ഉറക്കുണ്ടായിരുന്നില്ല. കാരണം അധ്വാനം തന്നെയാണ് എൻ്റെ ഫലം. ഒരു ലുങ്കിയും ഒരു ബനിയനും ഒരു സൈക്കിളും വാടക സൈക്കിളും
മാർക്കറ്റിൽ പോകും, 2 പ്രാവശ്യം പോയി കിട്ടുന്ന കുറേശ്ശെ വിറ്റ് കിട്ടുന്ന പൈസക്ക് സാധനം കൊണ്ടുവിടും കടയിൽ. അതുകൊണ്ടിങ്ങനെ പുരോഗമിച്ച് വരികയും ആ സമയത്ത് രണ്ടാമതും അദ്ദേഹം പിന്നെയും ഈ അയാളെ പൈസ തീർന്നതിന് ശേഷം രണ്ടാമതും എനിക്ക് പൈസ തരുകയും 100 രൂപ 10 രൂപ പിടിച്ച്. പക്ഷെ അന്ന് എനിക്ക് പൈസ പിന്നെ രണ്ടാമത് പൈസ ആവശ്യം ഉണ്ടായിരുന്നില്ല, കടയിൽ സാധനം ഫുള്ളായിരുന്നു. എങ്കിലും അദ്ദേഹത്തോട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി എനിക്ക് ഉണ്ടായില്ല. അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള സ്ഥിതിക്ക് ആ പൈസക്ക് ഞാൻ വേറൊരു സുഹൃത്തിനെ സഹായിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് 100 രൂപ ഞാൻ ഡെയിലി വാങ്ങുകയും എൻ്റെ കടയിൽ നിന്ന് ഇദ്ദേഹം എൻ്റെ അക്കൗണ്ട് 100 രൂപ വാങ്ങുകയും ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അങ്ങനെ അത് തിരിച്ച് പല അത്യാവശ്യം ചില കടക്കാർ എൻ്റെ അടുത്ത് വന്ന് നീ വാങ്ങിച്ചു തരുമ്പോൾ ഞാൻ എൻ്റെ കടയിലുള്ള 100 രൂപ 10 രൂപ പിടിച്ച് 100 രൂപ കൊടുക്കുകയും ആ 100 രൂപയിൽ കൂടി 100 രൂപ ഡെയിലി കളക്ഷൻ ചെയ്യും. അങ്ങനെ പലരും അത്യാവശ്യം ചോദിക്കുകയും പലയിടത്തും ഞാൻ കളക്ഷൻ എടുക്കുകയും പൈസ കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത് അങ്ങനെ അതൊരു സൈഡ് ബിസിനസ് ആയിട്ട് അതും നീങ്ങിക്കൊണ്ടിരുന്നു. ഈ ഈ പീടികയും ഞാനിങ്ങനെ പെട്ടിക്കടയിൽ നടത്തിക്കൊണ്ടിരുന്നു. അതിങ്ങനെ മൂടുകയും തുറക്കുകയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെതായ ഒരു കസിൻ ബ്രദറുടെ റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും എൻ്റെ ഈ കഷ്ടതയും യാതനകളെല്ലാം കണ്ട് അദ്ദേഹത്തിന് മനസ്സലിഞ്ഞ് എനിക്ക് റിസർവ് ബാങ്കിൽ ഒരു പാർട്ട് ടൈം ടീ ബോയ് ആയിട്ട് ഒരു ജോലി വാങ്ങിച്ചു തരുകയും ആ ജോലിയിൽ നിന്ന് എൻ്റെ ആ ജോലിയുടെ പ്രവർത്തനത്തിൽ നിന്ന് അവിടുത്തെ മറ്റുള്ള ഓഫീസറും എല്ലാവരും തന്നെ എൻ്റെ ആ പെരുമാറ്റവും സ്വഭാവത്തിൻ്റെ പിന്നിൽ എനിക്ക് പ്രൊമോഷൻ തരുകയും തിരിച്ച് ഞാനൊരു ഫുൾ ടൈം വർക്കറായി അവിടെ നിയമിക്കുകയും 1970 സെപ്റ്റംബർ 17 തീയതി എന്നെ പാർട്ട് ടൈം ആയിട്ട് അപ്പോയിൻമെന്റ് ആവുകയും 1974 ഞാനിക്ക് പ്രൊമോഷൻ കിട്ടുകയും അവിടുന്ന് ഞാൻ അവിടുത്തെ 1971 മുതൽ 70 ജോലിക്ക് കയറുകയും 71 അവിടുത്തെ ട്രേഡ് യൂണിയൻ ലീഡറായി അവിടെ തന്നെ ട്രേഡ് യൂണിയൻ അവിടുത്തെ തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതാവായി എന്നെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതോടും കൂടി ഞാൻ 2004 വരെ അവിടുത്തെ ഒരു പേരെടുത്ത ജോലിക്കാർ റിസർവ് ബാങ്കിൽ ക്ലാസ് 4 യൂണിയന്റെ ഇതുവരെയും 2004 ഞാൻ VRS എടുത്ത് പുറത്ത് വരുന്നത് വരെക്കും പെർമനന്റ് അവിടുത്തെ ട്രഷറും യൂണിയന്റെ നേതാവും ഓൾ ഇന്ത്യ റിസർവ് ബാങ്ക് എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയന്റെ ഓൾ ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി മെമ്പറും ആയിരക്കണക്കിന് എംപ്ലോയീസിന് വേജ് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടി എനിക്ക് അന്ന് കിട്ടി. അങ്ങനെ ആൾ ഇന്ത്യ ലെവലിൽ എന്നെ ആ ബാങ്ക് അറിയപ്പെടുകയും അതേ രൂപത്തിൽ ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊളിറ്റീഷ്യനിൽ ബന്ധപ്പെടാനുള്ള സാധ്യതയും ഇവിടെ വെച്ചിട്ട് രാമകൃഷ്ണ ഹെഗഡെയുടെ 1982-83 കാലയളവിൽ രാമകൃഷ്ണയുടെ ഇലക്ഷനിൽ പിന്നെ ഇവിടുത്തെ ശാന്തിനഗര നിയോജക മണ്ഡലത്തിൽ PD ഗോവിന്ദരാജിന് വേണ്ടി പ്രവർത്തിക്കുകയും അന്ന് പ്രഗത്ഭനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹത്തിന്റെ വിജയം ആദ്യമായിട്ട് ഇലക്ട്രോണിക് സിസ്റ്റം വോട്ടിംഗ് സമ്പ്രദായം ഈ ശാന്തിനഗര കൗൺസിലിൽ ഞാൻ എൻ്റെ പ്രവർത്തനത്തോടു കൂടിയായിരുന്നു. ആദ്യത്തെ വിജയം അദ്ദേഹമായിരുന്നു. അതോടുകൂടി ഇവിടെ ഗവൺമെന്റും ഞങ്ങളെ രാമകൃഷ്ണയുടെ അതേ പാർട്ടി തന്നെ ഞാൻ പ്രവർത്തിച്ച പാർട്ടി തന്നെ കിട്ടുകയും അതോടെ എനിക്ക് പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങൾ തരുകയും